ഹായ്, ഷജീർ കളരിക്കൽ, ടോര ഷോട്ടക് ആൻഡ് കരാട്ടെ അസോസിയേഷൻ ഇൻ്റർനാഷണൽ കോച്ച്. എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തുന്ന 2 മിനിറ്റിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിരുന്നു. ആദ്യത്തെ 4 ദിവസത്തിനകം തന്നെ 400ഓളം സബ്സ്ക്രൈബും 2000-ൽ താഴെ ആളുകൾ കാണുകയും നിരവധി പേർ കമൻറ്റ് ചെയ്യുകയും ചെയ്തു. തുടക്കം തന്നെ വളരെ പോസിറ്റീവായ പിന്തുണയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷം. എന്നെ പിന്തുണച്ചവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. UAE ഒരു സ്കൂളിൽ കരാട്ടെ കോച്ചായി ജോലി ചെയ്തു വരുന്നു. അതിനോടൊപ്പം അജ്മാനിൽ ഫിറ്റ്നസ് വൺ എന്ന സ്ഥാപനത്തിൽ കരാട്ടെ പരിശീലകനായി ജോലി ചെയ്യുകയാണ്. ഈ ഒരു ആശയം ഞാൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഇന്ന് സമൂഹത്തിൽ സോഷ്യൽ മീഡിയ വളരെ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആരോഗ്യ മേഖലയിൽ സമൂഹം വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ്. ആരോഗ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി പല രീതിയിലുമുള്ള ശ്രമങ്ങൾ നടത്തി ചിലർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലർ എന്ത് ചെയ്യണമെന്നുള്ള അറിയാതെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് പ്രത്യേകിച്ച് സ്ത്രീകളിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് പെയിൻ, തൈറോയിഡ്, PCOD, ബാലൻസ് പ്രശ്നം, ഇങ്ങനെ തുടരുന്ന വിഷയങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാഥമിക ചികിത്സ എന്നുള്ളത് വെയിറ്റ് ലോസ് ആണ്. അതോടൊപ്പം തന്നെ സ്ട്രോക്ക്, അമിത വണ്ണം, കുടവയറ്, ഇങ്ങനെ തുടങ്ങുന്ന വിവിധ പ്രയാസങ്ങളാണ് ഇന്ന് ശാരീരികമായിട്ട് പലരും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എല്ലാം ജിമ്മിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ബോഡി ബിൽഡേഴ്സിന് വേണ്ടിയും മസിൽ മാസിന് വേണ്ടിയും യുവാക്കൾ സജീവമായി ജിമ്മിൽ വരുന്നതാണെങ്കിൽ ഇന്ന് സ്ത്രീകളും വൃദ്ധരും മധ്യവയസ്കരും വളരെയേറെ സജീവമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പലപ്പോഴും പലരും പാതി വഴിയിൽ അത് ഉപേക്ഷിച്ച് പോകുന്നതാണ് നമുക്ക് കണ്ടുവരുന്നത്. ഞാൻ കുറേ ജിമ്മിൽ പോയി, യാതൊരു റിസൾട്ടുമില്ല എന്ന രീതിയിൽ നമ്മുടെ പ്രാഥമിക ചികിത്സാ രീതി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ ശാരീരികമായി എന്തെങ്കിലും ഒരു അസ്വസ്ഥത നമുക്ക് രൂപാന്തരപ്പെട്ടാൽ നമ്മൾ ഡോക്ടറെ സമീപിച്ചാൽ നമ്മുടെ പൾസ് നോക്കിയും നമ്മുടെ കണ്ണ് പരിശോധിച്ചും ഇന്ന രോഗത്തിൻ്റെ തുടക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും ആവശ്യമായ റിസൾട്ട് ഇല്ലാതെ വന്നാൽ വീണ്ടും അതിന് കൂടുതൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുന്ന രീതിയാണെങ്കിൽ ഇന്ന് നമ്മൾ ഡോക്ടറെ സമീപിച്ചാൽ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഒരു നീണ്ട ടെസ്റ്റിൻ്റെ നിരയാണ് നമുക്ക് മുന്നിൽ വെച്ച് നീട്ടാറുള്ളത്. ഈ ടെസ്റ്റിൻ്റെ ലിസ്റ്റ് കിട്ടുന്നതോടുകൂടി തന്നെ നമ്മൾ ഒരു രോഗഭീതിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഭയപ്പെടുന്ന ഒരു രീതിയാണ്. പിന്നീട് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് ഒരു പക്ഷേ അത് പോസിറ്റീവായി വന്നാൽ പോലും നമ്മുടെ ആദ്യ ഘട്ടത്തിലുണ്ടായ ആ രോഗഭീതിയിൽ നിന്ന് മുക്തമാകാതെ നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നേരത്തെ ഉണ്ടായിരുന്ന വൈദ്യന്മാർ, മറ്റു ഗുരുക്കന്മാരൊക്കെ നമുക്കറിയാം പ്രാഥമിക ചികിത്സാ രീതി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നാഡിനരമ്പുകൾ പിടിച്ചുകൊണ്ട് നമ്മുടെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് പറയുകയും അതിനാവശ്യമായ നാട്ടുചികിത്സ നമുക്ക് മുന്നിലേക്ക് സജസ്റ്റ് ചെയ്ത ആളുകൾ ഇന്ന് പല പ്രൊഡക്റ്റുകളും സപ്ലിമെൻറ്റ്സും നമ്മളെ മുന്നിലേക്ക് വെച്ച് നീട്ടുകയാണ്. ഇങ്ങനെ നമ്മുടെ എത്രയും പെട്ടെന്ന് നമ്മുടെ ശാരീരികമായിട്ട് റിസൾട്ട് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമീപിച്ചിട്ട് പിന്നീട് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മളിൽ കണ്ടുവരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ചാനലുമായി ഞാൻ മുന്നോട്ട് വരുന്നത്. എൻ്റെ പ്രൊഫഷണൽ ഞാൻ മുന്നോട്ട് വെക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ കരാട്ടെ ആണെങ്കിലും സർട്ടിഫിക്കറ്റഡ് ആയ ഫിറ്റ്നസ് ട്രെയിനറും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ തേടിയുള്ള ചർച്ചകൾക്കാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അവസരം നൽകുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് നിലനിൽപ്പിനും വീണ്ടെടുപ്പിനോ നമ്മുടെ ജീവിതാക്രമത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങളാണ് ഏറെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ ഉറക്കം, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മാറ്റിയെടുക്കേണ്ട കുറേ കാര്യങ്ങൾ, അത് വരും വീഡിയോകളിൽ ഞാനത് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ ഒരു ചാനൽ ഞാനത് തുടക്കം കുറിച്ചത് 2 കാരണങ്ങളാണ്. രണ്ടാമത്തെ കാരണങ്ങൾ ഈ തുടർച്ചയായുള്ള വീഡിയോയിൽ ഞാനത് ഗൗരവകരമായ ഒരു കാര്യമാണ്. ആ തുടർച്ചയായുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ഈ ആരോഗ്യസ്ഥിതി വളർന്നു വരുന്ന നമ്മുടെ ഒരു തലമുറക്ക് ബാധിക്കാതിരിക്കാൻ അവിടെ ഒരു നിത്യവ്യായാമ ശീലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ
നാം ശ്രമിക്കേണ്ടതുണ്ട്. അതിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സജസ്റ്റ് ചെയ്യണത് ഏത് ഒരു ആയോധന കലയിലെങ്കിലും നമ്മുടെ കുട്ടികളെ നമ്മൾ പോയി ചേർത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അത് പിന്തുണക്കുക. കാരണം മാർഷൽ ആർട്സിലേക്ക് ഒരു കുട്ടി പോകുന്നതോടുകൂടി, ഒരു 6 വയസ്സുള്ളൊരു കുട്ടി പോകുന്നതോട് കൂടിയിട്ട് അവൻ വളർന്നു വരുമ്പോൾ ഒരു സെൽഫ് ഡിഫെൻസ് മാത്രമല്ല അവന് പഠിച്ചു വരുന്നത്. അവൻ നല്ല ഹെൽത്തി ആകുന്നു, അവൻ്റെ മസിൽസിന് സ്ട്രെങ്ത് വരുന്നു, അവനൊരു ഊർജ്ജസ്വലനായതുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പാശ്ചാത്തലം അവനിൽ ഉണ്ടായി വരുന്നു. അതുകൊണ്ട് തുടർന്നും ഉള്ള വീഡിയോകളിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോയുമായി നിങ്ങളെ ഞാൻ സമീപിക്കുന്നതാണ്. എന്നെ വീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് ഞാൻ നന്ദി പറയുന്നു, നിങ്ങൾക്ക് നന്മ നേരുന്നു. വീണ്ടും നമുക്ക് കാണാം.